എന്താണ് ക്രിസ്തീയത? ക്രിസ്ത്യാനിത്വം? ക്രിസ്ത്യാനിയാകുന്നത് എങ്ങനെയാണ്? ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ക്രിസ്തീയ മാതാപിതാക്കൾക്ക് ജനിക്കുകയോ, അല്ലെങ്കിൽ പള്ളിയിൽ സ്ഥിരമായി പോകുകയോ, പള്ളിയുടെ രജിസ്റ്ററിൽ എൻ്റെ പേര് ഉണ്ടായിരിക്കുകയോ ചെയ്യുകയോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് മതം മാറി വരികയോ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ക്രിസ്ത്യാനിയാകാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തീയത എന്ന് പറയുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, തന്നെ കൈക്കൊണ്ട് തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. തന്നെ എന്ന് ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ക്രിസ്ത്യാനിത്വം. എന്താണ് ക്രിസ്ത്യാനിത്വം? കർത്താവായി യേശുക്രിസ്തുവിനെ എന്ത് ചെയ്യണം? കൈക്കൊള്ളണം. കർത്താവായി, അധികാരസ്ഥനായി. കർത്താവാണ്. അതുവരെ ഉള്ള കർത്താവിനെ കൈക്കൊള്ളുന്നത് വരെയുള്ള ജീവിതത്തിന്റെ ഭരണം മുഴുവൻ നമ്മൾ തന്നെ നടത്തുകയായിരുന്നു. പക്ഷെ കർത്താവിനെ കൈക്കൊണ്ട് കഴിഞ്ഞപ്പോൾ, എങ്ങനെയാ കൈക്കൊണ്ടത്? കർത്താവായിട്ട്, കർത്തൃത്വം നടത്തുന്നവനായി, രാജാവായി കർത്താവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ, ദൈവമായി കർത്താവായി സ്വീകരിച്ചു കഴിയുമ്പോൾ, ഇനിയുള്ള സകല ഭരണവും ആരാണ് നടത്തുന്നത്? കർത്താവാണ്. അങ്ങനെ കർത്താവിനെ സ്വീകരിച്ച് ഒരു ദൈവ പൈതലായി തീരുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്? ക്രിസ്ത്യാനിത്വം. ഒരിക്കലും ഒരു മതത്തിൽ നിന്നും മാറി വന്ന് ക്രിസ്ത്യാനിയാകാൻ കഴിയില്ല. തന്നെയുമല്ല, യേശുക്രിസ്തുവോ ശിഷ്യന്മാരോ സുവിശേഷമോ ഒരു മതം സ്ഥാപിച്ചതായിട്ടും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ പേരിൽ ഒരു മതം ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അത് കർത്താവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതുമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു മതത്തിൽ നിന്നും മതം മാറി ക്രിസ്ത്യാനിയാകുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. ഇതൊരു വിശ്വാസമാർഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ക്രിസ്ത്യാനിയാകുക ഒരു മതത്തിൽ നിന്നും മതം മാറിയല്ല, ഒരു ക്രിസ്തീയ മാതാപിതാക്കളാൽ ജനിച്ചുമല്ല, പള്ളിയുടെ രജിസ്റ്ററിൽ പേരുണ്ടായിട്ടുമല്ല. പകരം ഞാൻ വാസ്തവമായി ക്രിസ്ത്യാനിയാകേണ്ടത് യേശുക്രിസ്തുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവും ദൈവവുമായി ഞാൻ അംഗീകരിക്കുന്ന എൻ്റെ വിശ്വാസ മാർഗത്തിലൂടെ മാത്രമാണ്. അതിലൂടെ മാത്രമേ എനിക്ക് എൻ്റെ കർത്താവിനോട് കൂടെ യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ.